Bismillah, alhamdulillah, wassalatu wassalamu ala rasulillah, ala alihi wa sahbihi, wa man ihtada bihudahu amma ba'd. മഖാരിജുൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങളിൽ ആമായ റഈസിയായ മഖ്റജുകളിൽ ഒന്നായ ലിസാൻ, നാവ്, അതിൽ നിന്നുമുള്ള അക്ഷരങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. ലിസാനിൽ നിന്നായി 10 മഖ്റജുകളുണ്ട്. അതിൽ നിന്ന് 18 അക്ഷരങ്ങൾ ഉത്ഭവിക്കുന്നു. ഇതും നമ്മൾ അറിഞ്ഞ കാര്യമാണ്. അതിൽ 5-ാമത്തെയും 6-ാമത്തെയും മഖ്റജ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ലാമിന്റെയും നൂനിന്റെയും. ഇനി നമ്മൾ 7-ാമത്തെ മഖ്റജായ ത്വറഫുൽ ലിസാൻ. ത്വറഫ് എന്ന് പറഞ്ഞാൽ നാവിന്റെ അറ്റമാണ്, ഈ അഗ്രം. ഖരീബുൻ ഇലാ വഹ്രിഹി, അതിന്റെ മുകൾ ഭാഗത്തേക്ക് അല്പം പിന്നോട്ട് പോയിക്കൊണ്ട്. ഖലീലൻ. ബഅദ മഖ്റജിൻ നൂൻ, നൂനിന്റെ മഖ്റജ് നമ്മൾ പറഞ്ഞല്ലോ, അതിന് ശേഷം അല്പം. അപ്പോ നൂനിന്റെ മഖ്റജിൽ നിന്ന് മുന്നോട്ടാണെന്നർത്ഥം. വയഖ്റുജു മിൻഹു, അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന അക്ഷരമാണ് അർ-റാഉ. അപ്പൊ ഇത് ശരിക്കും മലയാളത്തിലെ റായ് അല്ല കേട്ടോ. അത് നമ്മള് ഇന്ന് തന്നെ അവസാനിപ്പിക്കണം. മലയാളത്തിലെ റാ ഇനി ഒരിക്കലും നമ്മുടെ ഖുർആൻ പാരായണത്തിൽ കേൾക്കാൻ പാടില്ല. അല്ലെ? ഇപ്പൊ നമ്മൾ ഓതിയില്ലേ, അത് ചിത്രം കാണിച്ചു കൊടുക്ക്. തമാം. അതാ റാഹിന്റെ മഖ്റജ് ശരിക്കും അവിടെ കാണിക്കുന്നുണ്ട്. റാഹിന്റെ മഖ്റജ്. വേറെ ഒരു ചിത്രം കൂടി ഉണ്ട് അല്ലേ, അതല്ലാതെ അത് കാണിക്കാൻ പറ്റുമോ? വേറെ റാഹിന്റെ മഖ്റജ് നിങ്ങൾ കണ്ടോ? നാവിന്റെ തലപ്പ് അറ്റം എവിടെയാണ് തട്ടുന്നത്? മേൽ മോണയിൽ. അതെ. മിൻ ത്വറഫിൽ ലിസാൻ മഅ മാ യുഹാദി മിനൽ ലിസാൻ ഖരീബൻ മിൻ മഖ്റജിൻ നൂൻ. നൂനിന്റെ മഖ്റജിലേക്ക് അല്പം അടുത്തുകൊണ്ട് എന്നാണ്. എന്നാ നൂനിന്റെ മഖ്റജ് അല്ല, അതിൽ നിന്ന് മുന്നോട്ട്. ഇതാണ് റാഇന്റെ മഖ്റജ്. ഈ മഖ്റജ്, റാഇന്റെ മഖ്റജ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഇവിടെ നിന്നാണ് റാ വരേണ്ടത്. റാഇന് പ്രത്യേകതയുള്ളത് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുന്ന അക്ഷരമാണ് അസ്ലൻ. അടിസ്ഥാനമായി തഫ്ഖീമിന്റെ ഹർഫാണ് റാ. ചില സന്ദർഭങ്ങളിൽ അതിനെന്തുണ്ട്? തർക്കീഖുണ്ട്. ഇപ്പോഴാണ് മറ്റേ 2-ാമത്തെ ചിത്രം കാണിക്കേണ്ടത് അസ്ലമ. ചില സന്ദർഭങ്ങളിൽ അതിനെന്തുണ്ട്? തർക്കീഖ്. രി, ഫിർഔൻ എന്നൊക്കെ പറയുമ്പോൾ അവസ്ഥയുണ്ട്. അപ്പൊ ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നില്ലേ, അതെങ്ങനെ പറയേണ്ടത്? റോ. ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. ഈ ചിത്രത്തിൽ കാണുന്നത് റോ, റൂ, റോ, റൂ, രി, മലയാളത്തിലെ റാ പറയരുത് കേട്ടോ. മലയാളത്തിലെ റാ പറയരുത്. വലുതാക്കി തഫ്ഖീമോട് കൂടി ഉച്ചരിക്കണം. റോ, റൂ, റോ, റൂ, രി. കസ്ർ വരുമ്പോ തർക്കീഖാണ്. രി, റഹ്മാൻ. എല്ലാവരും പറയണം റഹ്മാൻ. സൂറത്തുർ റഹ്മാൻ മുതൽ എങ്ങനെയാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الرحمن അല്ലേ? الرحمن. ഈ റാഇന് മാത്രമുള്ള ഒരു സ്വഭാവമാണ്, ഒരു സിഫത്താണ്, ഒരു സ്വരവിശേഷണമാണ് തക്രീർ. പറയും നമ്മൾ ഇൻഷാ അല്ലാഹ്. വിശദമായ സിഫാത്തുൽ ഹുറൂഫിലേക്ക് കടക്കും. അതിന്റെ പരിശീലനം ഷെയ്ഖ് ഹാനി പ്രത്യേകം ഉദ്ദേശിക്കുന്നുണ്ട് എന്നോട് പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് വീണ്ടും അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. തക്രീർ എന്ന് പറഞ്ഞാൽ ആവർത്തിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഉദ്ദേശിക്കപ്പെടുന്നത് എന്താ? ഇർത്തിആദുൽ ലിസാൻ ഫിൽ മഖ്റജ്. നാവ്
അതിന്റെ ആ മഖ്റജ് പോയിട്ട് ഇങ്ങനെ 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 ഒരിളക്കം ഇളകുക, ഒരിളക്ക എന്ന് പറഞ്ഞോക്ക് എന്ന് പറയുമ്പോഴുള്ള ആ ഒരു ചെറിയൊരു ഇളക്കമുണ്ട്, ഒരു വിറയൽ, ആ വിറയലാണ് തക്രീർ കൊണ്ട് ഉദ്ദേശിച്ചത്. ഇമാം ഇബ്നുൽ ജസരി പറയുന്നു, വഅഖ്ഫി തക്രീറൻ ഇദാ തശദ്ദദ, ഷദ് നൽകപ്പെടുമ്പോൾ നീ തക്രീറിനെ ഇഖ്ഫാ ചെയ്യണം, ഗോപ്യമാക്കണം. എന്നിങ്ങനെ തക്രീർ കൂടുതൽ വരരുത്. അപ്പൊ കുറേ റാഗ് വന്നു എന്നർത്ഥം. ഒരു റാഗ് മാത്രമേ നമ്മൾ ഉച്ചരിക്കേണ്ടതുള്ളൂ. ഷദ് നൽകപ്പെടുമ്പോ തക്രീറിനെ സൂക്ഷിച്ചു കൊള്ളണം. അർ-റഹ്മാൻ, അവിടെ ഒറ്റ റാഹെ പറയാവൂ, എന്ന് കുറെ റാഹ് പറയരുത്. മനസ്സിലായില്ലേ? ഔദ് ഓതാണെങ്കിലും ബിസ്മി ഓതാണെങ്കിലും സൂറത്ത് ഫാത്തിഹ ഓതാണെങ്കിലും സൂറത്തു റഹ്മാൻ ഓതാണെങ്കിലും എവിടെയൊക്കെ റാ വരുന്നു, മിർ റബ്ബി വഖുർ റബ്ബി, ആ നല്ലൊരു റാഹ് പരിശീലിക്കാൻ പറ്റിയ ഒരു വചനമാണ്, ദുആ ആണ്. വഖുർ റബ്ബി ഇർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, അല്ലേ? സൂറത്തുൽ ഇസ്രായിൽ നമ്മളെല്ലാം ദുആ ചെയ്യണം മാതാപിതാക്കൾക്ക് വേണ്ടി. وقل رب ارحمهما كما ربياني صغيرا. وقر എന്ന് വിറപ്പിക്കരുത്, വൈബ്രേഷൻ വരരുത്. തക്രീറിനെ ഷദ് നൽകുമ്പോൾ, റായിന് ഷദ് വരുമ്പോൾ സൂക്ഷിച്ചു കൊള്ളണം എന്നാ പറയുന്നത്. വഅഖ്ഫി തക്രീറൻ ഇദാ തശദ്ദദ وقل رب ارحمهما كما ربياني صغيرا. പറയരുത്, മലയാളത്തിലെ റ അതും പറയരുത്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് റാ ഉച്ചരിക്കുക, തെറ്റുകൂടാതെ പാരായണം ചെയ്യുക. ബാറകല്ലാഹു ഫീക്കും, അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ.